വീട്ടിലിരുന്നിട്ട് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഒരു 10,000 ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ അതൊക്കെ പോസിബിൾ ആണ്. കാരണം ഇപ്പൊ AI ഒരുപാട് നമ്മളെ ജോലികളൊക്കെ ഒരുപാട് എളുപ്പമാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ ഇന്ന്, ആ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വല്ലാത്തൊരു കഥയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഞാനിങ്ങനെ വീട്ടിൽ കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലെ ഒരു ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്കൊരു വെബ്സൈറ്റ് വേണം, നമ്മുടെ പുതിയ ക്ലിനിക്ക്, മൂപ്പര് ഒരു പുതിയ ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനൊരു വെബ്സൈറ്റ് വേണം. അപ്പോൾ വെബ്സൈറ്റിനകത്ത് ഈ ആളുടെ പേഷ്യൻസിനൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റണം. കാരണം ആൾ പുറത്ത് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴാണ് ക്ലിനിക്കിൽ കൂടുതൽ തിരക്ക്, ആ സമയത്താണ് ഇവിടെ അവൈലബിൾ ആവേണ്ടുള്ളൂ. അപ്പം ആളുകൾ എത്ര ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്, പ്ലസ് ആളുടെ ക്ലിനിക്കിൽ ആൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ കുറേ ആളുടെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, ആ ക്ലിനിക്കിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ആള് പുറത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഓൾറെഡി വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 20,000-30,000 രൂപയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, ആ ഒരു സമയത്തിന് ബുദ്ധിമുട്ടും പറയണ്ടായിരുന്നു, കുറച്ച് ദിവസം ആവുമെന്നും പറയണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് എന്തായാലും പെട്ടെന്ന് വേണം. അപ്പോൾ എന്നെ വിളിച്ചു, എന്തായാലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം, നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്, പക്ഷെ നമുക്ക് എന്നാലും ചെയ്യാം, പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് തന്നെ ആളുടെ അടുത്ത് എന്തൊക്കെയാണ് വേണ്ടത്, ആളുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ ഒരു ഡോക്ക് എഴുതി വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഈ എഴുതി വാങ്ങിച്ച ഡോക്കും വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു 1-2 സൈറ്റുകൾ നോക്കി. ഒന്ന് ലവബിൾ, 2 ബോൾട്ട്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. നമ്മുടെ AI ടൂളുകളാണല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ലവബിൾ എടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ പ്രോംപ്റ്റ് ഒക്കെ കൊടുത്ത് ആൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് നമ്മളൊരു പ്രോംപ്റ്റ് ഒക്കെ കൊടുത്ത് അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നത്. കാരണം നമുക്കറിയാം ലവബിളിന്റെ ഫ്രീ വേർഷനിൽ കുറച്ച് ലിമിറ്റ് ഉണ്ട്, കുറച്ച് ക്രെഡിറ്റ് ലിമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം വെച്ച് നമ്മൾ ഉള്ളത് ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ദിവസം കൊണ്ട് ആൾക്ക് ഞാൻ നമ്മുടെ ഈ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ഞാൻ ഡെലിവറി ചെയ്ത് കൊടുത്തു. ആളുടെ ക്ലിനിക്കിന്റെ നെയിമിൽ ഒരു ഡൊമൈൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ വാങ്ങി. ഹോസ്റ്റിംഗറിനകത്ത് നിന്ന് ഒരു ഡൊമൈൻ വാങ്ങി, പർച്ചേസ് ചെയ്യാൻ ഒരു 1400 രൂപയ്ക്ക് നമ്മൾ ഒരു ഡൊമൈൻ വാങ്ങി. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ലവബിളിലുള്ള ഈ വെബ്സൈറ്റ് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ വെബ്സൈറ്റ് ആക്ച്വലി ആളുടെ ഡൊമൈൻ നെയിമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വെബ്സൈറ്റിലേക്ക് പോകുന്ന സെറ്റപ്പിലെത്തി. നമ്മൾ വെബ്സൈറ്റൊക്കെ കാണാൻ ഭംഗിയായിട്ടുണ്ട്, ആളുടെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതിനകത്ത് ബുക്കിങ്ങിന്റെ ഫീച്ചറും എല്ലാം ഉണ്ട്. ആൾക്കൊരു അഡ്മിൻ ലോഗിൻ ഉണ്ട്, ഒരു പേഷ്യൻ ലോഗിൻ ഉണ്ട്. പേഷ്യൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അഡ്മിൻ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് അയച്ചു കൊടുക്കും. എന്തെന്നാലും ആൾക്ക് അത് ഇഷ്ടപ്പെട്ടു. ആള് എന്നോട് ചോദിച്ചു, എത്ര രൂപ അതിന് വേണ്ട, എങ്ങനെയാ പേയ്മെന്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അത് വേണ്ട, ഞാൻ പേയ്മെന്റ് ഒന്നും വേണ്ട, നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനത് ഒഴിവായി. കാരണം നമ്മുടെ എഫേർട്ട് വളരെ ചുരുങ്ങിയതായിരുന്നു അവിടെ. അത് നിങ്ങൾക്കറിയാം, ഒരു AI ടൂളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഫുള്ളി ഫ്ലഡ്ജ്ഡ് വെബ്സൈറ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ അതിനകത്ത് കാര്യങ്ങളെല്ലാം നടക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയുള്ള വെബ്സൈറ്റ് ഒക്കെ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പം പൈത്തൺ ജാങ്കോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് മനസ്സിൽ വയ്ക്കാം. അപ്പം എന്തെന്നാലും കുറച്ച് നേരത്തിന് ശേഷം ഡോക്ടറുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു. ഒരു 10,000 റുപ്പീസ് ആള് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഒരു AI ടൂൾ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റ് ഞാൻ ചോദിക്കാതെ തന്നെ നമുക്ക് 10,000 റുപ്പീസ് അതിന് വാല്യൂ കണക്കാക്കി ആൾ അയച്ചു തന്ന. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു വെബ്സൈറ്റ് ഒക്കെ മുഴുവനായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഏത് രീതിയിലുള്ള വെബ്സൈറ്റും ഏത് ഡേറ്റയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 10,000 ഒന്നുമല്ല, ലക്ഷങ്ങൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഇതിന്റെ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു പൊട്ടൻഷ്യലൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ടുള്ള ഒരു കാലത്ത്, അല്ലെങ്കിൽ 2026 നിങ്ങൾക്ക് ഉണ്ടാവേണ്ട മസ്റ്റ് ഹാവ് സ്കില്ലുകളിൽ ഒന്നാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ കയ്യിൽ ആ സ്കില്ല് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബുദ്ധിമുട്ടുള്ള സമയത്തും നിങ്ങൾക്കൊരു സൈഡ് ഇൻകം ആയിട്ടോ നിങ്ങളുടെ മെയിൻ ഇൻകം ആയിട്ടോ ഇതിനെ മാറ്റാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ കോഡിംഗ് പഠിച്ചു തുടങ്ങാൻ ഈ വീഡിയോ ഒരു കാരണമാവട്ടെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.